ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന 1.5 ഇഞ്ച് ഫിറ്റിങ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ആദ്യമേ തന്നെ നോക്കുക, ഇത് ഷോർട്ട് ബെൻഡാണ്. അതായത് ഒരു മെറ്റീരിയൽസിൻ്റെ എത്ര ഇഞ്ചാണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് 50 mm എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് 1.5 ഇഞ്ച് ഫിറ്റിങ്സ് വരുന്നത്. ഇതിലും കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ 50 mm എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് 1.5 ഇഞ്ച് ഫിറ്റിങ്സുകളാണ് വന്നത്. അതുപോലെ തന്നെ പൈപ്പ് ആണെങ്കിൽ 50 mm മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 2 ഇഞ്ചാണെങ്കിൽ 63 mm, 1 ഇഞ്ചാണെങ്കിൽ 32 mm, അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ചാണെങ്കിൽ 110 mm, അങ്ങനെ ഓരോന്ന് കറക്റ്റായിരിക്കും. ഇത് കപ്ലിംഗ് ആണ്. 2 1.5 ഇഞ്ച് പൈപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ടർ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് വെള്ളം പോകുന്ന ലൈനിലാണ് കൂടുതലും 1.5 ഇഞ്ച് പൈപ്പുകൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ്. ഇത് 45 എന്ന് പറയും. അതായത് 45 ഡിഗ്രി ആണ് അതിൻ്റെ ചരിവ് വന്നിരിക്കുന്നത്. 45 എൽബോ എന്ന് പറയുന്നത്. സാധാരണ എൽബോയും ബെൻഡും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ടാവും. 45 ഡിഗ്രിയിൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് കറക്റ്റായിട്ട് 90 ഡിഗ്രി അല്ലാത്ത ഏരിയയിൽ നിന്നൊരു പൈപ്പ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന 45 ആംഗിൾ കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഇത് വരുന്നത്. എന്നാൽ 45 ആംഗിളിലുള്ള ഈ പറയുന്ന 45 ഉപയോഗിച്ചാൽ 90 ഡിഗ്രിയുടെ സെയിം എഫക്റ്റ് നമുക്ക് കിട്ടും. രണ്ടെണ്ണം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയിലേക്ക് ഉപയോഗിക്കാനും പറ്റും. ഇത് വലിയ പൈപ്പിൽ നിന്ന്, അതായത് 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് 1.25 ഇഞ്ച് പൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റെഡ്യൂസർ എന്നാണ് പറയുന്നത്. അതായത് 1.5 ഇഞ്ച് പൈപ്പ് എന്ന് വെച്ചാൽ 50 mm, 1.25 ഇഞ്ച് പൈപ്പ് എന്ന് വെച്ചാൽ 40 mm. അത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 50 to 40 mm എന്ന് കറക്റ്റ് ചെയ്യുന്നത്. അതായത് വലിയ വാവട്ടം വരുന്ന ഏരിയ 1.5 ഇഞ്ച് പൈപ്പും ഇത് 1.25 ഇഞ്ച് പൈപ്പും. ഇത് 1.25 ഇഞ്ച് പൈപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ് വരുന്നത് പഴയ രീതിയിൽ വരുന്ന നമ്മുടെ മോട്ടർ കാര്യങ്ങളൊക്കെ ചിലതിൻ്റെയൊക്കെ ഔട്ട് വരുന്ന 1.25 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. കോമൺ ആയിട്ട് ഇപ്പോൾ 1.25 ഇഞ്ച് പൈപ്പിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ചില സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യം വരാറുണ്ട്. ഇതാണ് സാഡിൽ എന്ന് പറയുന്നത്. ഒരു ക്ലാമ്പ് എന്ന് പറയും. അതായത് നമുക്ക് ഈ പൈപ്പുകൾ ഭിത്തിയിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡുകളിലൊക്കെ ഉറപ്പിച്ച് നിർത്തുന്നതിനും ഉപയോഗിക്കുന്ന സാഡിൽസാണ്, അതായത് ക്ലാമ്പ്. ഇത് നിങ്ങൾ ഈ സാഡിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലായിട്ടുണ്ടോ, SS-ൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് സാധാരണ സാഡിലുകളാണെങ്കിൽ, പ്ലേറ്റ് സാഡിലുകളൊക്കെ ആണെങ്കിൽ അത് തുരുമ്പ് പിടിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെ അത് നമ്മൾ SS-ൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞ SS തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും തുരുമ്പ് പിടിച്ച് പോകില്ല. ഇത് FTA ആണ്. FTA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതായത് മോട്ടറിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഹോൾ സോൾഡർ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് നമ്മൾ എക്സ്ട്രാ കണക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് FTA ആണ്. അതായത് ഉള്ളിൽ ത്രെഡ് വരുന്നതാണ്. ഉള്ളിൽ ത്രെഡ് വരുന്ന മെറ്റീരിയൽസാണ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന ഈ സൈഡ് നമ്മൾ പേസ്റ്റിങ് വരുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡ് നമുക്ക് ത്രെഡ് വരുന്നുണ്ട്. ആ സൈഡിലേക്കാണ് നമ്മൾ ഹോൾ സോൾഡർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഫിറ്റിങ്സുകളുണ്ട്, 1.5 ഇഞ്ച് ഫിറ്റിങ്സുകൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. 1.5 ഇഞ്ച്, 1 ഇഞ്ച്, 3/4 ഇഞ്ച്, 4 ഇഞ്ച്, 2 ഇഞ്ച്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കോമൺലി ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലംബിംഗ് ലൈനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.